ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീതു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു വൈറ്റ് അനാർക്കലി വെച്ചിട്ടൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലുക്ക് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ആരാ ചെയ്ത്, എന്തൊക്കെ വെച്ചിട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ആ ടൈമിനനുസരിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എനിക്ക് ഷൂട്ടിന് പോകേണ്ട ടൈമായി. അപ്പോൾ ഞാനത് പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ലുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടത്. ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടാവും. നിങ്ങൾ എന്തായാലും സമയമുള്ളപ്പോൾ കുറേശ്ശെ ഇരുന്ന് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് സിറാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമൊക്കെ മുമ്പ് ഇത് ഇട്ടാലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഫേസ് സിറാണ് യൂസ് ചെയ്യണത്. ഇതൊരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിൽ മാത്രമല്ല, നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസ് ഇട്ടതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ്സ് ഫേസ് ഒന്ന് ഫ്രീ ആയിട്ട് വിടുകയാണ്. അപ്പോൾ ഞാൻ സ്കിന്നിൽ സീറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് റോസ് വാട്ടറാണ് കേട്ടോ ടോണറായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സീറം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടോണർ ഉണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. അപ്പം ഞാനിത് റോസ് വാട്ടറാണ് കേട്ടോ ടോണറായിട്ട് യൂസ് ചെയ്യണത്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഈ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്തു, അതായത് ഫേസ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം നമ്മൾ സീറം അപ്ലൈ ചെയ്തു, അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ മേക്കപ്പിന് മുമ്പ് നമ്മൾ സ്കിൻ കെയർ ചെയ്യണതിനാണ് സ്കിൻ പ്രപ്പ് ചെയ്യാന്ന് പറയാം. അപ്പോൾ എന്താ വെച്ചാൽ സ്കിന്നിന് ഒരു കെയറിങ് കൊടുക്കാനും പിന്നെ നമ്മുടെ മുഖം ഒന്ന് സ്മൂത്ത് ആവാനും വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനനുസരിച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആവണ വരെ നമുക്കിത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ സ്കിന്നും ഇതിനനുസരിച്ചാണ് മോയ്സ്ചറൈസറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ എവിടെയാണ് നമുക്ക് ഡ്രൈനെസ് തോന്നുന്നത് വെച്ചെങ്കിൽ അവിടെ നമുക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതി. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലാണ് നമ്മുടെ സ്കിന്നിലേക്ക് ആ മോയ്സ്ചറൈസർ നന്നായിട്ട് അബ്സോർവ് ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ നിന്ന് കുറച്ച് റെസ്റ്റ് കൊടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പിന് മുമ്പ് സ്കിൻ കെയർ എന്തായാലും ചെയ്തിരിക്കണം. എന്തായാലും അറിയാം, മേക്കപ്പ് പ്രോഡക്ട്സിലെല്ലാം അത്യാവശ്യം കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ സ്കിന്നിലേക്കും കൂടെ ആവാണ്ട് സ്കിന്നൊന്ന് ഡാമേജ് ആവാണ്ടിരിക്കാനും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്കിൻ പ്രപ്പ് ചെയ്യണത്. എന്തായാലും നമ്മുടെ സ്കിന്നിന് ഈ കെയർ എന്തായാലും കൊടുക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിത് പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് ഇപ്പോൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. അതല്ല വെച്ചെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ടാണ് എന്തെങ്കിലും ഷൂട്ടല്ല വെച്ചെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അടുത്തത് നമ്മൾ മേക്കപ്പിൻ്റെ ബേസ് പ്രൈമർ കൊടുക്കണം കേട്ടോ. ഞാനിത് ലാക്മിയുടെ ആബ്സല്യൂട്ട് പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യണത്. പ്രൈമർ യൂസ് ചെയ്യണത് എന്തെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പോർട്സും പിന്നെ നമ്മുടെ മുഖത്തിന് ഒരു ഫിനിഷിങ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യണത്. അപ്പോൾ ഹെവി മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. അല്ലെങ്കിലും പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പിന് കുറച്ചും കൂടിയും ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പ്രൈമർ ഒന്ന് യൂസ് ചെയ്യാം. ഞാൻ വളരെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ സ്കിന്നിന് അത്രയും മതി. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വളരെ കുറച്ച് പോലെ തോന്നും. കുറച്ച് കൂടുതൽ ഇട്ടാലാണ് നമുക്കത് ഇട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വീഡിയോയിൽ വരുള്ളൂ. പക്ഷെ ശരിക്കും ഇത്രയും പ്രൊഡക്റ്റ് മതി. പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യണത് ഐ മേക്കപ്പാണ് കേട്ടോ. ഞാൻ ഈ ഷൂട്ടിൽ കുറച്ചും കൂടെ ഞാൻ ഫോട്ടോസ് കാണിക്കാം. ഞാൻ കൂടുതലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഐസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഐ മേക്കപ്പാണ് കേട്ടോ ആദ്യം ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു കൺസീലർ കൊടുക്കാം.
അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ലാഗുകളുടെ പ്രോ കൺസീലറാണ് കേട്ടോ. കാണുന്നുണ്ടോ? സോറി. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് ലാഗുകളുടെ പ്രോ കൺസീലറാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഐസിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷായിട്ട് നിൽക്കും. കണ്ണിൻ്റെ മേലെ നമുക്ക് കൺസീലർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കെ പതുക്കെ ഐസിൻ്റെ മേലിട്ട കൺസീലറും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ റീകോഡിൻ്റെ ഈ സ്പഞ്ച് ഭയങ്കര സോഫ്റ്റാട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. നമ്മളെ എന്താ പറയുക, ഫൗണ്ടേഷനൊക്കെ അത്രയും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡായി പോകും. ഒരു 300 എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. ആരെങ്കിലും ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ഈ റീകോഡിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. പിന്നെ നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്യുമ്പോൾ അറിയാലോ, സ്പഞ്ച് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒന്ന് വെറ്റാക്കിയിട്ട് വേണം യൂസ് ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ പിഴിയുമ്പോൾ വെള്ളം വിടാൻ പാടില്ല. ആ രീതിയിലൊന്ന് വെറ്റാക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് ബ്ലെൻഡായി പോകും. ഇട്ടുണ്ട് എന്നുള്ളൊരു ഫീല് അധികം ഉണ്ടാവില്ല. അതല്ലെങ്കിലാണ് നമ്മളിങ്ങനെ ബ്ലെൻഡാവാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുമ്പോൾ പുട്ടിടിച്ച പോലെ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് എന്നൊക്കെ തോന്നുന്നത്, അങ്ങനെയൊക്കെ പറയില്ലേ. അതൊക്കെ ഇത് നമ്മൾ ശരിക്കും ബ്ലെൻഡ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്പഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് അബ്സോർവ് ആയി പോവും. നമുക്ക് ഇട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ ഡിഫറൻസ് അറിയണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐ മേക്കപ്പിന് ഞാൻ റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിതാ ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാം കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിതിന്ന് ഒരു 3 ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഷെയ്ഡിൻ്റെ അടുത്ത് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് 3ാമത്തെ ഈ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് എടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കണ്ണിൽ അപ്ലൈ ചെയ്യാം. കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഒരു കണ്ണ് ഇങ്ങനെ അടച്ചു പിടിച്ച് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഒരു കണ്ണ് കൈ വെച്ചിട്ട് അടച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏത് ഷെയ്ഡാണോ യൂസ് ചെയ്ത് അതേ ഷെയ്ഡ് തന്നെ അപ്പുറത്തെ കണ്ണിലും യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ഫുൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയ്ഡ് ഡിഫറൻറ്റ് വരും. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഈ കണ്ണിൽ ഏതാണോ യൂസ് ചെയ്ത് ആ ഷെയ്ഡിനെ നമ്മൾ ഇപ്പുറത്തെ കണ്ണിലും അപ്ലൈ ചെയ്യാം. നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ റൗണ്ടിനെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, ഒരു ബ്രൗൺ ഡാർക്ക് ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ആ പോർഷൻ തൊട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യണം. നമ്മൾ മിററിൽ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ക്രീനിൽ നോക്കിയിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഇത് എത്രത്തോളം കറക്റ്റായിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് കൂടെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഈ 2 ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എപ്പോഴും ഇതിൽ കുറേ ഷിമ്മർ ഷെയ്ഡുകളുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതിലൊരു ക്രീം പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഷെയ്ഡ് എടുത്തപ്പോൾ ഇത് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യണത്. ജസ്റ്റ് ഇതിങ്ങനെ എടുത്ത് നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ 2 കണ്ണിലും. എന്നിട്ട് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് പുരികൊന്ന് ഉയർത്തി കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ അന്ന് ചെയ്ത ഐ മേക്കപ്പ്. ഭയങ്കര സിമ്പിൾ ഐ മേക്കപ്പാണ്. നിങ്ങൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി നമ്മളിതിൽ മസ്കാര പിന്നെ കണ്ണൊക്കെ എഴുതി വരുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയാണ് കേട്ടോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഐ ഷാഡോ പാലറ്റിൻ്റെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐ മേക്കപ്പ്. അടുത്തത് ഞാൻ PSCയുടെ ഐബ്രോ ഡിഫൈനർ ഈ കിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യം ജസ്റ്റ് ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇത് വാങ്ങിച്ചപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൽ 4 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യണത്. വലിയ കാര്യമായിട്ട് ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യണമല്ലോ കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഈ ആർച്ച് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഞാൻ ഈ 2 ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എപ്പോഴും എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഐബ്രോസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ, ഇത് കുറച്ചും കൂടി നല്ല ഷൈനിങ് ആയി നിൽക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് ഈ ഐബ്രോസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐബ്രോസ് കണ്ടില്ലേ ഫില്ല് ചെയ്തു, രണ്ടും ഫില്ല് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ത്രെഡൊന്നും ചെയ്തില്ല, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐബ്രോ കിറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. പിന്നെ എനിക്ക് ഐബ്രോസ് ഞാൻ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഐബ്രോസ് അധികം ഹൈലൈറ്റ് ചെയ്യണത് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. ഐസ് ഹൈലൈറ്റ് ചെയ്യണത് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ലൈറ്റായിട്ടാണ് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ മെബിലിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഭയങ്കര ലൈറ്റായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ഓവർ മേക്കപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് വളരെ കുറച്ചായിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതന്നെ എനിക്ക് കുറച്ച് കൂടുതലാണ്. ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഫേസിലിങ്ങനെ കുഞ്ഞി ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഫേസിലും നെക്കിലൊക്കെ കുഞ്ഞു ഡോട്ടുകൾ ഇട്ടിട്ട് നമ്മുടെ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ജസ്റ്റ് വീഴുകയാണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫേസിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പ്രൊഡക്റ്റായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഫൗണ്ടേഷനൊക്കെ കൂടുതലിട്ടുണ്ടെങ്കിൽ ആ ഒരു നാച്ചുറൽ ലുക്ക് പോവും. അപ്പോൾ ഞാൻ ഇത് മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ എടുക്കാം. ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഫുൾ കവറേജ് വേണമെന്നുള്ളവർക്ക് ഫുൾ കവറേജ് എടുക്കാം. ഫൗണ്ടേഷൻ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ മെബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ്. ഞാനിതിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, കാണുന്നുള്ളവർക്ക് പോയി കാണാം. പിന്നെ നമ്മൾ ഇത്ര കുറച്ച് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നമ്മുടെ ഫേസിൻ്റെ ഒരു ചേഞ്ച് കണ്ടില്ലേ. ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ജെൽ ഐലൈനറായിട്ടാണ് യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ. കണ്ണ് എഴുതാൻ ഞാൻ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ആളല്ല, എന്നാലും ഞാൻ എഴുതും.
അപ്പോൾ നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ ജെൽ ഐലൈനർ വളരെ കുറച്ച് ഇത് നമുക്ക് എഴുതാൻ ആവശ്യമായിട്ടുള്ള ഈ ജെൽ ഐലൈനർ നമ്മൾ കുറേ നേരം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടയാവും. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അത് നമുക്ക് ബ്രഷ് കൊണ്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് വയ്ക്കാം. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഐലൈനർ എഴുതുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മിഡിൽ പാർട്ട് തൊട്ടിട്ടാണ് കേട്ടോ എഴുതുന്നത്. അപ്പം നമ്മളെ കണ്ണൊന്ന് എഴുതി കൊടുത്തു കേട്ടോ. ഈ ജെൽ ഐലൈനറിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അടുത്തത് നമ്മൾ റെവല്യൂഷൻ്റെ കോണ്ടോർ ഹൈലൈറ്റ് പാലറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ 4 ഷെയ്ഡ് കോണ്ടോറിങ്ങും 4 ഷെയ്ഡ് ഹൈലൈറ്ററും ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കോണ്ടോറിങ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ ഈ ലൈനിലാണ് കേട്ടോ നമ്മൾ കോണ്ടോറിങ് ചെയ്യണത്. പിന്നെ ഇതിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് നെറ്റീമിലൊന്ന് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുള്ളൂ കേട്ടോ കോണ്ടോറിങ്. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ഷേപ്പാവും. കോണ്ടോറിങ്ങിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഹൈലൈറ്റർ ഞാനിതാ ഈ റോസും ഫസ്റ്റത്തെ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മൂക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് ഹൈലൈറ്റർ എൻ്റെ ആ വൈറ്റ് ഡ്രസ്സ് നെക്ക് കുറച്ച് വൈഡായതാണ്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ്. നമ്മളിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ആ നെക്കൊന്ന് ഹൈലൈറ്റ് ആവും. അപ്പോൾ ഈ ഹൈ പോയിൻറ്റ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹൈലൈറ്റർ ഇങ്ങനെ നെക്കിലിടാൻ വേണ്ടിയിട്ട്. ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഞാൻ റെവല്യൂഷൻ്റെ സൂപ്പർ ഡൂയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബ്ലഷ് എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ കവളൊക്കെ ഒന്ന് റോസ് കളറായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് തോന്നുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൊടണുള്ളൂ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മേക്കപ്പ്. ഇനി നമുക്കൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ സോസി ഈ ഒരു ഷെയ്ഡാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കതെന്തോ ഇഷ്ടമാവണം, ഞാൻ അതിൻ്റെ മേലെ മെബിലിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിലും ഇട്ട് നോക്കാം. ആദ്യം ഫസ്റ്റ് ഞാൻ ഈ ഷെയ്ഡ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തോ എൻ്റെ ഈ മേക്കപ്പിന് ഇത് ചേരുന്നില്ല തോന്നിയിട്ട് ഞാൻ മെബിലിൻ്റെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഞാൻ ഇതിൻ്റെ മേലെ ഒന്നും കൂടെ ഇട്ടു. അപ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയത്. രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു കുഞ്ഞി പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന മേക്കപ്പ്. ഇനി നമുക്ക് ഹെയർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളന്ന് ഫേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നെക്ക് കുറച്ച് വൈഡാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഹൈലൈറ്ററൊക്കെ നെക്കിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഹെയർ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം. ഹെയർ ജസ്റ്റ് ഒരു ബണ്ണ് വെച്ച് കെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
ഭയങ്കര ഒരു ഡ്രൈ ഹെയർ ആണ്, പിന്നെ കുറച്ച് കേൾസും ഉള്ളതാണ്. അപ്പോൾ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് കെട്ടി നോക്കാം. ഇതുപോലെ ജസ്റ്റ് ഒരു ബണ്ണ് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അന്ന് ചെയ്ത ഹെയറും മേക്കപ്പും എല്ലാം. ഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.